ചേച്ചി ദേ ഗുളിക. എന്തുണ്ട് സരോജിനി വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? സരോജിനിയുടെ പാചക കലയിൽ മയങ്ങി ആ മഹേശ്വരിയുടെ മോൾ ഒരു ഗിഫ്റ്റ് തന്നില്ലേ, ഒരു സ്വർണ്ണ ബ്രേസ്ലെറ്റ്. അപ്പൊ അത് നല്ലതുപോലെ കണ്ടില്ല. ഒന്ന് എടുത്തോണ്ട് വാ, നോക്കട്ടെ. എന്തുപറ്റി? അത് കൊണ്ടുപോയി പണയം വെച്ചോ അതോ വിറ്റോ? അല്ല, അതിപ്പോ എന്തിനാ മേഡത്തിനെന്ന് മനസ്സിലായില്ല. എടുത്തോണ്ട് വരാൻ പറഞ്ഞാ എടുത്തോണ്ട് വന്നാ മതി. തിരിച്ചു ചോദ്യങ്ങളൊന്നും വേണ്ട. ശരി, അത് മറക്കാം. പക്ഷേ എനിക്കൊരു സത്യം അറിയണം, അറിഞ്ഞേ പറ്റൂ. ഞാൻ കഴിച്ച ഫുഡിൽ ഉപ്പും മറ്റുള്ളവരുടെ ഫുഡ് നല്ല ടേസ്റ്റും. ഇവിടെ എന്ത് അത്ഭുത സംഭവിച്ചതെന്ന് എനിക്കറിയണം. എന്റെ ആഹാരം ഞാൻ കഴിച്ചു നോക്കിയിരുന്നതാ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതെങ്ങനെ മാറി, എങ്ങനെ ഉപ്പിന്റെ കശകശയായി, അതാ എനിക്കറിയേണ്ടത്. സരോജിനി നല്ല പാചകക്കാരിയാണെന്നറിയാം. പക്ഷേ ഇന്ന് കഴിച്ചത്ര രുചിയായിട്ട് പാചകം ചെയ്യില്ല. മാത്രമല്ല ശരീരത്തിന് നല്ല സുഖവും ഇല്ലായിരുന്നു. അപ്പോ ഇത്രയും പേർക്ക് ഇത്ര പെട്ടെന്ന് ഇത്ര രുചിയായിട്ട് അപ്പൊ എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. പറ, നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാ പാചകം ചെയ്തത്? സത്യം പറ, ഇവിടെ എന്താ നടന്നത്? പറയാൻ പറയില്ലേ നീ? മാറടി അങ്ങോട്ട്. ഇത് സരോജിനിക്ക് തന്ന അടിയാ. ഇനിയും പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഉത്തരം പറയിക്കാൻ മറ്റൊരാൾ ഇവിടെ എത്തും. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. ഞാൻ ചേച്ചിയെ വിളിക്കാൻ പോവാ. മാഡം, ഞാൻ പറയാം. കല്യാണി എന്ന് പാചകം ചെയ്തത് സരോജിനി ചേച്ചിയല്ല. ഓ, അത് ശരി. അപ്പൊ അതാണ് രഹസ്യം. അവളുടെ നിഴൽ പോലും ഈ വീടിനുള്ളിൽ പതിയരുതെന്ന് അഖിലാണ്ടേശ്വരി പറഞ്ഞിരിക്കുമ്പോ അവൾ ഈ അടുക്കളയിൽ കയറി വിരുന്നൊരുക്കിയിരിക്കുന്നു. ഭേഷ്, കൊള്ളാം. ഇനി ഈ വിലാസിനി ആരാണെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. മേഡം, ചതിക്കരുത്. അതൊരു പാവം പെണ്ണ. സുഖമില്ലാതിരുന്ന് എന്നെ സഹായിക്കാൻ വേണ്ടി. മാറങ്ങോട്ട്.
തന്ന 2 കമ്മലുള്ള ഒരെണ്ണം അണ്ണാടി കൊണ്ടപ്പോ നഷ്ടപ്പെട്ടു. ബാക്കി ഈ ഒരെണ്ണം മാത്രമേ എന്റെ കയ്യിലുള്ളമ്മേ. ഇത് ഞാൻ കൂടെ കൊണ്ടുപോവാ എന്റെ അമ്മയ്ക്ക് പകരമായിട്ട്. ഞാൻ ഈ വീട് വിട്ട് പോവാമ്മേ. അമ്മ നോക്കിക്കൊള്ളണം അച്ഛനെ അനിയനെ. പാപ്പ് നന്ദന, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ നല്ല കുട്ടിയാ നീ, പ്രത്യേകിച്ചും മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന കാര്യത്തിൽ. അയ്യോ, അങ്ങനൊന്നുമില്ല. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മരുമകളാകാൻ പോകുന്നു എന്ന ചിന്ത ഇപ്പൊ തന്നെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണെന്ന് തോന്നിപ്പോവും ആന്റി. സത്യം പറഞ്ഞ ആന്റിയുടെ മുമ്പില് ഞാൻ ആരുമല്ല, ആരും. ഞാൻ പോവാ. എങ്ങടാ പോവേണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞോണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നിനക്കറിയാലോ. നിനക്കും മുകളിലിരിക്കുന്ന ഈശ്വരന് മാത്രമേ അതറിയൂ. എന്നും എന്റെ മനസ്സിൽ നീ ഉണ്ടാവും. അനിയൻകുട്ടൻ നിന്നെ നന്നായിട്ട് നോക്കും. അച്ഛനും ദൈവത്തിനും നീ എന്നും ഒരുപാട് പൂ കൊടുക്കണം കേട്ടോ. ഞാൻ പോവാ. ഹായ് കല്യാണി. കല്യാണി, ഇവിടെന്താ ഈ രാത്രിയില്? ഒന്നുമില്ല, ഉറക്കം വന്നില്ല അതാ. ഒന്നുമില്ല, ഉറക്കം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അറിയാം എന്തോ പ്രശ്നമുണ്ട്. വാടാക്ക, എന്തു പറ്റി? ഒന്നുമില്ലെന്നേ, സത്യ പറയണേ. ശരി, ആയിക്കോട്ടെ. ഇങ്ങനെയുള്ളൊരവസ്ഥയ്ക്ക് എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, ഞാൻ തരാം. ടണ്ടടൈ. നീ പഠിപ്പിച്ചെന്നാ കട്ട് മാംഗോസ്. ഞാനിതെപ്പോഴും എൻ്റെ കൈ കൊണ്ടു കൊടുക്കും. ടെൻഷൻ വരുമ്പോൾ ഇതെടുത്ത് കഴിച്ച എല്ലാം ഓക്കെ. പിടി, പിടിക്കേ. എന്തോ ഒരു മടി പോലെ. ആഹാ, എങ്ങനെ കഴിക്കേ? കഴിക്കല്ലേ? കമാ, എടുക്ക. ഗുഡ്, വെരി ഗുഡ്. കഴിക്ക, വെരി ഗുഡ്. അപ്പൊ ഓക്കെ, നല്ല മഞ്ഞുണ്ട്. വേഗം അകത്തേക്ക് വെക്കും. വെറുതെ പനി വരുത്തിയേക്കണ്ട. ഞാനേ അമ്മ ആണ് അതെങ്ങനെയും വീടിൻ്റെ അകത്ത് ഇറക്കാം. ഓക്കെ,
ബൈ. ഒന്നാങ്കില് രണ്ടാങ്കില് മൂന്നാങ്കില് നാല് എണ്ണാങ്കില് അങ്ങോട്ട് ഇങ്ങോട്ട് തായ്. അതിനിപ്പോ എന്താ മോളെ, നിനക്കിനി എപ്പോഴും വരാലോ ഈ വീട്ടിലേക്ക്. ഞങ്ങളെല്ലാം നിന്നെ മനസ്സുകൊണ്ട് മരുമകളാക്കി കഴിഞ്ഞു. ആരെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടു വന്നു. ഓക്കെ നന്ദന, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ. ആ കമല, Yes, ma'am. നാളെ നന്ദന വരും. ചിലപ്പോ ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടായെന്നും വരും. ഒന്നിനും ഒരു കുറവും വരരുത്, പ്രത്യേകിച്ചും ഭക്ഷണക്കാര്യത്തിൽ. ചേച്ചി, നല്ല രുചിയുള്ള ഭക്ഷണം കൊടുക്കണമെങ്കിൽ പിന്നെ അന്ന് ആഹാരം ഉണ്ടാക്കിയവരെ വിളിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഓ, നിന്റെ സ്വബോധം നഷ്ടപ്പെട്ടോ? മുമ്പ് ആഹാരം ഉണ്ടാക്കിയ സരോജൻ തന്നെയാ ഇപ്പോഴും അടുക്കളയിലെ ചീഫ് കുക്ക്. സരോജത്തിന്റെ കൈപുണ്യം കണ്ടിട്ടാണല്ലോ നന്ദന കൈ കിടന്ന സ്വർണ്ണ ബ്രേസ്ലെറ്റ് സമ്മാനമായിട്ട് എടുത്തു കൊടുത്തത്. കണ്ടതല്ലേ നീ? ആ, പാചകം ചെയ്ത ആൾക്ക് സമ്മാനം കിട്ടിയതൊക്കെ നേരാ. പക്ഷേ അത് സരോജിനിക്കായിരുന്നില്ല കിട്ടിയത്. ആ സമ്മാനം ഇപ്പൊ സരോജിനിയുടെ കയ്യിൽ ഇല്ലതാനും. അതാണ് സത്യം. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? എങ്കിൽ ചേച്ചി അറിഞ്ഞോളൂ, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അറിയാതെ ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇനിയും നടക്കുമെന്ന് ഉറപ്പാ. നിർത്ത. നാവിന് എല്ലില്ലെന്ന് കരുതി പിച്ചുമ്പയും പറയരുത് നീ. ഈ തൃച്ചംബരത്ത് തറവാട്ടിൽ ഒരു ഇല ചലിക്കണമെങ്കിൽ പോലും അത് അഖിലാണ്ടേശ്വരി അറിഞ്ഞിരിക്കണം. കേട്ടോ നീ? അതിനെ മറികടക്കാന്ന് ആരും മോഹിച്ചാലും അനുവദിക്കില്ല ഞാൻ. അത് തന്നെയാ ചേച്ചി എന്റെ ആഗ്രഹം. ചേച്ചി അറിയാതെ ഒരു ഇല പോലും ചലിക്കരുത്. പക്ഷെ അന്ന് പാചകം ചെയ്തത് സരോജിനി അല്ല. അതാണ് സത്യം. വിലാസിനെ, കള്ളമാണ് നീ പറയുന്നതെങ്കിൽ പിന്നെ സ്വന്തവും ബന്ധവും ഒക്കെ ഈ അഖിലാണ്ടേശ്വരി അങ്ങ് മറക്കും. പിഴുതെറിയും നിന്റെ നാവ്. പറ, സരോജോ അല്ലെങ്കിൽ പിന്നെ ആരാ? ആ പേര് പറയുന്നതിനേക്കാളും ഈ നാവ് പിഴുതെറിയുന്നത് നല്ലതാന്നാ എനിക്ക് തോന്നുന്നേ. നാവിട്ടടിക്കാതെ പറ, ആരാ? ഒരുപാട് VIP-കൾ പങ്കെടുത്ത വിവാഹ വാർഷികം അലങ്കോലമാക്കി നമ്മളെ നാണം കെടുത്തിയില്ലേ, അവളാ പ്രതി. ഡ്രൈവർ ദാസിന്റെ ആ പിഴച്ച മകൾ കല്യാണി. സരോജം! ചേച്ചി, 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 ചേച്ചി. മാഡം, സരോജം, എന്താ ഇവിടെ നടന്നത്?
ചോദിച്ചത് കേട്ടില്ലേ? ഇന്ന് അടുക്കളയിൽ പാചകം ചെയ്തത് ആരാണെന്ന്? മാഡം അത് പറ. ഉം. വിലാസിനെ നിർത്ത്. പറയൂ. മാഡം അത് ദാസേട്ടന്റെ മോള് കല്യാണി. നിഴല് പോലും എന്റെ കൺമുന്നിൽ പെടരുതെന്ന് വിലക്കിയവളെ അടുക്കളയിൽ കയറ്റി പാചകം ചെയ്യിക്കാനുള്ള ധൈര്യം വന്നിരിക്കുന്നു ഇവിടുത്തെ പാചകക്കാരിക്ക്. ഹ്, അത്രയ്ക്കായി ധിക്കാരം. കാല് മുറിഞ്ഞ് രക്തം ഒഴുകുന്ന അനിയനെയും കൊണ്ട് മരുന്ന് വെക്കാനുള്ള വെപ്രാളത്തിൽ അടുക്കളയിലേക്ക് ഓടിക്കേറിയതാ കല്യാണി. അതല്ലാതെ ആഹാ, അതെനിക്കിഷ്ടപ്പെട്ടു. അല്ല, സരോജിനി എന്ന് മുതലാണാവോ ഡോക്ടറുടെ പണി തുടങ്ങിയത്? സരോജത്തിന് നല്ല പാചകം ചെയ്യാൻ മാത്രമല്ല, നല്ല കഥകൾ ഉണ്ടാക്കാനും അറിയാം. മരുന്ന് വയ്ക്കാൻ വന്നവൾ എങ്ങനെ അടുക്കളയിൽ കയറി പാചകം ചെയ്തു? അതിന്റെ ഉത്തരം മാത്രം എന്നോട് പറഞ്ഞാൽ മതി. മാഡം എനിക്ക് ഒട്ടും വയ്യായിരുന്നു. എന്റെ ദേഹം തളർന്ന് വീണപ്പോഴാ കല്യാണി. നിർത്ത്. സരോജത്തിന് വയ്യായിരുന്നെങ്കിൽ ഞാൻ 100 പാചകക്കാരെ വരുത്തുമായിരുന്നു. അതല്ലെങ്കിൽ ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ ഓർഡർ ചെയ്യുമായിരുന്നു. അല്ലാതെ എന്നെ ധിക്കരിച്ച് നെറികേട് കാട്ടാമെന്ന് വിചാരിച്ചാൽ വച്ചേക്കില്ല ഞാൻ. ദിസ് ഈസ് ദ ലാസ്റ്റ് വാർണിംഗ് ഫോർ യു. അണ്ടർസ്റ്റാൻഡ്? പൊയ്ക്കോ. കമല, യെസ് മാം. അവളുടെ അച്ഛൻ ദാസേട്ടനല്ലേ? എനിക്ക് അയാളെ കാണണം ഇപ്പൊ തന്നെ. ശരി മാം. മരുന്നെന്ന് പറഞ്ഞു പോയി സ്വർണം കട്ടോണ്ട് വന്നിരിക്കുന്നു. കള്ളി. നീ എവിടേക്ക് പോയി ചത്ത തോലി? ശല്യം. എന്തൊരു ദാസേട്ടാ, എന്താ സുഖമില്ലേ? ഇല്ല, പെട്ടെന്നെന്തോ കുഴപ്പമില്ല. പിന്നെ ഏയ് അങ്ങനെയല്ല, ദാസേട്ടൻ എന്തോ സുഖമില്ലെന്ന് തോന്നുന്നു. സൈഡിലേക്ക് ഒതുക്ക, ഞാൻ ഓടിക്കാം. അയ്യോ വേണ്ട കുഞ്ഞെ, ഞാൻ തന്നെ ഓടിച്ചോളാം. ശരി. ദാസേട്ടാ, പുറത്ത് മഴയുണ്ടോ? ഇല്ല, മഴയില്ല കുഞ്ഞെ. എന്നാ പിന്നെ വൈപ്പറങ്ങ് ഓഫ് ചെയ്തേക്കല്ലേ? ശരി ദാസേട്ടാ. എന്താ മോനെ? എന്താ മോനെ, നീ എന്തിനാ കാര്യം ചാടി ഇങ്ങോട്ട് വന്നേ? മുമ്പോ ആരും കാണണ്ട, അച്ഛൻ അങ്ങോട്ട് വന്നോളാം. എന്താ എന്താ മോനെ, എന്താ പറ്റിയേ? നീ കരയാതെ കാര്യം പറ. ചേച്ചി ചേച്ചിക്ക് എന്താ പറ്റിയേ? എന്ത് പറ്റിയെന്ന് പറ. ചേച്ചിയെ കാണുന്നില്ല. കാണാനില്ലേ?
എന്റെ മോളെ